നമ്മൾ സമകാലിക വിഷയങ്ങളായിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണത്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ അടിക്കുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലുണ്ട്. പിന്നെ ഇപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നടന്നുകൊടുക്കണ ട്രെൻഡ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ ഇടണ്ടേ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് വിഷയത്തിൽ പറയാനുള്ളത്, നമുക്ക് ഒരുപാട് വ്യൂസ് കുറേ ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞതായിട്ട് നമ്മുടെ ബേസ് കൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ ഇടാം, പക്ഷേ എന്താ നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, അത് എന്താണ് നമ്മൾ നോക്കുക, ഇട്ടാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഈ ഫണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് അടിയന്തരമായിട്ടൊരു സഹായമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. എങ്ങനെ കഴിയുക? ഇപ്പോൾ അവിടെ നടക്കുന്ന ഹോസ്പിറ്റലിലെ ചിലവുകൾ, അതുപോലെ തന്നെ പിന്നെ ക്യാൻറ്റീനിലെ ചിലവുകൾ, ഇപ്പോഴത്തെ വിഷയങ്ങൾക്കൊക്കെ ഉള്ളതൊക്കെ ഇതിൽ നിന്ന് പോകും, നടക്കും. പക്ഷേ ഇതിന് ദുരിതബാധിതർക്ക് അവർക്ക് ഇതിൽ നിന്നൊന്നും കിട്ടണില്ല. ചികിത്സാ സഹായങ്ങൾ ഇപ്പോഴത്തെ അതൊക്കെ കിട്ടും, ഓക്കെ. പിന്നീടുള്ള അവർക്കുള്ള ആവശ്യങ്ങൾക്ക് അവർക്ക് പൈസ ഇപ്പോൾ കിട്ടണില്ല. അവരുടെ കയ്യിലിപ്പോൾ എല്ലാവരുടെ കയ്യിലിപ്പോൾ 500,000 ഇപ്പോൾ കൊടുക്കില്ലല്ലോ. ഈ ക്യാമ്പുകളിൽ നടക്കുന്ന ചിലവുകളും ഹോസ്പിറ്റലുകളൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സർക്കാർ കൊടുക്കും, അതൊക്കെ അതിപ്പോൾ നടക്കുള്ളൂ. അതല്ലാതെ ഇവരുടെ കൈക്കൊന്നും വരില്ല. അപ്പം ഇവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും, ടൈം എടുക്കും കുറച്ച്. സർക്കാരിന് ഒരു റോളുണ്ട്. സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു കാശ് കിട്ടണമെങ്കിൽ നമുക്കറിയാലോ, ഒരു പെൻഷൻ വരെ കിട്ടണമെങ്കിൽ നമുക്കറിയാലോ, അതിൻ്റെ നൂലമാലകളൊക്കെ നമുക്കറിയാലോ. എന്നതുപോലെയാണ് സർക്കാരിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്, ആ നിയമത്തിൽ കൂടെ അത് നീങ്ങുള്ളൂ. ആദ്യമായിട്ട് ഇപ്പോൾ ഒരു മുഹമ്മദ് ക എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയുന്നുണ്ട്, അയാളുടെ മകളെയായിട്ട് അയാൾ പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടു, ബാക്കിയൊക്കെ എല്ലാവരും പോയി, വീട് പോലും കാണില്ല. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച് പറയും അവിടെ ആയിരുന്നു എൻ്റെ വീട് എന്ന് പറയുന്നത്. തെളിയിക്കാൻ അയാളെ കയ്യിൽ രേഖകളില്ല. അയാൾ ആധാർ കാർഡ് പോയി, മറ്റുള്ള കാർഡിൽ പോയി, ആധാരം വരെ മൊത്തം ഒലിച്ചു പോയി, ഒന്നായിട്ട് പോയി. അതൊക്കെ ജീവൻ കിട്ടിയ ശബ്ദം കേട്ട് അവരെ വിളിച്ചു പറഞ്ഞാൽ കേട്ടുകൊണ്ട് അവർ പെട്ടെന്ന് ഓടി വേറെ രക്ഷപ്പെട്ടു. ക്യാഷ് ഒന്നുമില്ലാതെയാണ് അയാൾ അയാൾ ഒരു മോളും ബാക്കിയായി. അങ്ങനെ ഒരുപാട് പേര് നമുക്കറിയാലോ, ഒരുപാട് പേര്. ഇവർക്ക് സർക്കാർ കാശ് എങ്ങനെ കൊടുക്കുക? അതല്ലെങ്കിൽ നമുക്കിത് കിട്ടണമെങ്കിലുള്ള പ്രയാസം എത്ര നാളിച്ചൊക്കെയാണ്. ആധാർ കാർഡുകളില്ല, സർക്കാർ കിട്ടണമെങ്കിൽ ആദ്യം ആധാർ കാർഡാണ് വേണ്ടത്, അതൊക്കെ പോയിട്ടുണ്ട്. ഞാനവിടെ ജീവിച്ചിരുന്നൊക്കെ തെളിവ് വേണം സർക്കാരിന്. അപ്പോൾ അവർ വേണ്ടക്കാരില്ല, സർക്കാരിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്, ആ നിയമത്തിൽ കൂടി ഇതൊക്കെ നീങ്ങുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലേക്ക് പൈസ നിക്ഷേപിച്ചാൽ കിട്ടില്ല എന്നോ സർക്കാരിൻ്റെ ഫണ്ട് മോശമാണ് എന്നോ നമ്മൾ പറയണില്ല. അടിയന്തരമായി കിട്ടില്ല. ഇവർക്കിപ്പോൾ ആവശ്യം ഇതിൻ്റെ പുറത്ത് ഇവരെ കയ്യിൽ കുറച്ച് കാശ് ആവശ്യമുണ്ട്. മുമ്പ് നമ്മുടെ വീഡിയോ പറഞ്ഞതാണത്, ഒരു കാശ് ആവശ്യമുണ്ട്. അത് ഞങ്ങൾക്ക് മുമ്പ് അനുഭവം ഉണ്ടായതാണ്. നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ കവപ്പാറ ചെന്നപ്പോഴാണ് പറഞ്ഞത് കിറ്റ് വാങ്ങാൻ ആൾക്കാർ വരില്ല. ലാസ്റ്റ് പൈസയാണ് കിറ്റല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ വായിപ്പോയി. കുറച്ച് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർക്കത് വലിയ കാര്യമായി. അവർക്ക് ഇതിന് നടക്കാൻ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങണ്ടേ, അതിന് പൈസ ഇല്ല. നമുക്കറിയാലോ, ഒരു ആധാർ കാർഡിൻ്റെ ഒരു അക്ഷരം തെറ്റിയാൽ അത് തിരുത്താനുള്ള പാടത്തരെ അല്ലേ? തിരുത്തി വന്ന് നോക്കുമ്പോൾ വേറൊരു ഭാഗത്ത് പേച്ചിട്ടുണ്ടാവും. അതിനൊക്കെ എത്ര നടക്കും. എന്നതുപോലെ പിന്നെ ആധാരങ്ങളില്ലാത്തൊരു വ്യക്തി, ആധാർ കാർഡേ ഇല്ലാത്ത വ്യക്തി ഒക്കെ നഷ്ടപ്പെട്ട് പോയ ഒരു വ്യക്തി എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുക? ടൈം ഒരുപാട് എടുക്കും, ചിലപ്പോൾ കൊല്ലങ്ങൾക്ക് പിടിക്കും വല്ലതും കിട്ടണമെങ്കിൽ. എന്നാലും കിട്ടാൻ പ്രയാസമാണ്. ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടാവില്ല. ഇങ്ങനെ നടത്തത്തിലുള്ള ചിലവുകൾ ഇവർക്ക്, ഓഫീസിലേക്ക് നമുക്ക് പോകാനുള്ള ചിലവുകൾ. അപ്പോൾ ജോലിക്ക് പോകാനോ അതിനിപ്പോൾ കഴിയില്ല. അവരിത്ര അടുത്ത കാലത്തും അവരൊന്നും ഈ ദുരിതത്തിൽ നിന്ന് മുക്തരല്ല. എല്ലാം നഷ്ടപ്പെട്ട് ഫീലിംഗ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരാൾ പറയുകയാണെന്ന് കേട്ടില്ല, നിങ്ങൾ സങ്കടമാണ്, എന്തിനാ എന്നെ ബാക്കിയാക്കിയത്, എന്നെ കൂടി പോയിക്കൂടായിരുന്നോ. അപ്പോൾ അവർക്കൊന്നും ജോലി അങ്ങനെ വൃദ്ധന്മാർ കുറേ ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകളുണ്ട്. പിന്നെ കഴിയുന്നവരെന്നെ ഉച്ചവരൊക്കെ പോയിക്കാണ്ട് ഇതിൽ നിന്നൊരു മുക്തരായിട്ട് ജോലിക്ക് വന്നവർക്ക് കഴിയില്ല. അവർക്ക് ഇതിൽ നടക്കാനേ ഒഴിവുള്ളൂ. ഇനി ഈ നാട്ടുകാരൻ തെളിക്കാൻ നടക്കാനേ അവർക്ക് ഒഴിവുള്ളൂ. അതിനവരെ കയ്യിൽ കാശില്ല, ഇവിടുന്ന് കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവരുടെ കയ്യിൽ കുറച്ച് കാശ് എത്തിക്കണമെന്ന് പറഞ്ഞത്. അതല്ലാത്ത ഡ്രസ്സുകളാകട്ടെ ഒക്കെ ഇപ്പോൾ കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ മറ്റേ ആൾ പറഞ്ഞതുപോലെ ഒരു ബീഡി വലിക്കാനോ ഒരു മുറുക്കാൻ ബീഡി വലിക്കാനോ പോലും കാശ് ഇവരെ കയ്യിലില്ല. അതാണ് ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഈ ഗൾഫിലുള്ള ആളുകൾ, വിദേശത്തുള്ള ആളുകൾക്ക് പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ ദുരിതാശ്വാസ മുഖ്യമന്ത്രിൻ്റെ ഫണ്ടിലേക്ക് തന്നെ നിക്ഷേപിക്കാം. അതല്ലാതെ നാട്ടിലുള്ള ആളുകൾ, നിങ്ങൾ പിന്നെ നമ്മുടെ മൂക്കിലെ തായല്ലേ ഇത്, സംഘടിച്ചുകൊണ്ട് ചെന്നിട്ട്
ഓരോരുത്തരെ കണ്ടെത്തുക. ഒരാളെ കണ്ടെത്തിയാൽ തന്നെ അവൻ മറ്റാളെ പറഞ്ഞു തരും. അത് വിശ്വസനീയമായിട്ട് എടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ഒക്കെ അന്വേഷിച്ചിട്ട്. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുക. നാട്ടിലെ ആളുകൾ, വിദേശത്തുള്ളവർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫണ്ട് കിട്ടോട്ടെ. അപ്പം അത് നിങ്ങൾ തീരുമാനിക്കുക. ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ഫണ്ട് മോശമാണോ അല്ലെങ്കിൽ ഏതാ നല്ലത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മൾ നേരിട്ട് കൈ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ ദീനീപരമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. അത്ര രഹസ്യമായിട്ടൊക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെന്താട്ടെ, ഇപ്പോൾ തന്നെ അങ്ങനല്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ത് ചെയ്താലും നാളെ അറിയണം, പരസ്യമാണ്, ഫോട്ടോകളാണ്. ഏത് സഹായം ചെയ്താലും അങ്ങനെ തന്നെ. ഇന്ന സംഘടന ചെയ്ത കാര്യങ്ങൾ, മറ്റു സംഘടന ചെയ്ത കാര്യം എല്ലാം വിളിച്ച് പറഞ്ഞ് എല്ലാവരും അറിയിച്ചു കൊണ്ടുള്ള, അവർക്ക് ഇന്ന് ഇതുള്ളൂ, അവർക്ക് ഇന്ന് സീറ്റുള്ളൂ, എന്താ ജനങ്ങളടിയിൽ നല്ല വിലക്കുള്ളൂ. രഹസ്യമായിട്ട് ചെയ്തവർക്കൊന്നും ഇപ്പം ഇന്ന് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പം. ഏതായാലും നിങ്ങൾ അത് തീരുമാനിക്കുക, ഏതാ നല്ലത്. നമ്മുടെ അഭിപ്രായങ്ങൾ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുക, അല്ലാത്തവരൊക്കെ മുഖ്യമന്ത്രിൻ്റെ ഫണ്ടിലേക്കും കൊടുക്കുക എന്നുള്ള നമുക്ക് ആവശ്യത്തിൽ പറയാനുള്ളത്. അത് നിങ്ങൾക്ക് വിട്ടുതന്നു, നിങ്ങളുടെ കാര്യം തീരുമാനിക്കുക. ഓക്കെ.